നമസ്കാരം. ഹേമ കമ്മീഷൻ ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ പല ബിംബങ്ങളും തകർന്നു വീണു. പക്ഷെങ്കിൽ ഈ ഹേമ കമ്മീഷൻ എനിക്ക് കേരളത്തിലെ സ്ത്രീ വിരുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട് കാണാനാണ് ഇഷ്ടം. നമ്മുടെ മലയാളികൾ എത്രത്തോളം സ്ത്രീ വിരുദ്ധരാണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്ത്രീ വിരുദ്ധത കേരളത്തിൽ അരങ്ങേറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഹേമ കമ്മീഷൻ. ഇത് പണ്ട് മുതലേ നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സിനിമാ രംഗത്തെ ഈ സ്ത്രീ വിരുദ്ധത ഈ കുറച്ചു കാലങ്ങളായിട്ടാണ് ഇത്ര രൂക്ഷമായത്. മാത്രമല്ല, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്. സിനിമാ രംഗത്ത് പക്ഷേ അത് വളരെ രൂക്ഷമായ ഒരു രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലെ പുരുഷന്മാരിൽ ഒരു നല്ല വിഭാഗം സ്ത്രീ വിരുദ്ധരാണ്. അതുകൊണ്ടാണ് പുത്തൻ തലമുറയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവർ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ താല്പര്യപ്പെടുകയോ ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു കേരളത്തിലെ മൊത്തം സമൂഹം തന്നെ ഇതിനെക്കുറിച്ച് ആഴ്ന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു മാഗസിനിലോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒരു സ്ത്രീ എഴുതിക്കഴിഞ്ഞാൽ, കുറച്ച് വിപ്ലവകരമായ ആശയങ്ങൾ അതിലെഴുതി കഴിഞ്ഞാൽ ഉടനെ അവരെ വന്ന് പരസ്യമായി അസഭ്യം പറയുക, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്തുക, ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൽ സാധാരണ സംഭവങ്ങളാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ പുരുഷന്മാരുടെ സ്ത്രീ വിരുദ്ധതയുടെ ഭീകരമായ ഒരു മുഖമാണ്. കേരളം പോലെ അഭ്യസ്തവിദ്യരായ വലിയൊരു ജനതയുള്ള ഒരു നാട്ടിൽ ഇത് തികച്ചും മോശമായ ഒരു കാര്യമാണ്. ഇതിനെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. അത് നമ്മളതിനെ തുടച്ചു മാറ്റാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങേണ്ടതുമുണ്ട്. അതിനെ ചെറിയ കാര്യമായി നമ്മൾ കണ്ടാൽ പോരാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സ്ത്രീ വിരുദ്ധത പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് സ്ത്രീകളെ അസഭ്യം പറയുന്ന, പരസ്യമായി രഹസ്യമായി അസഭ്യം പറയുന്ന പുരുഷന്മാർ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമില്ലാത്തവരാണ്. അവർ സ്ത്രീകളെ ഭയക്കുന്നവരാണ്. അവരുടെ ആ ഭയവും ആത്മവിശ്വാസമില്ലായ്മയിൽ നിന്ന് വരുന്ന ഫ്രസ്ട്രേഷനാണ് സ്ത്രീകളോടുള്ള അസഭ്യങ്ങളായും അഭിപ്രായങ്ങളായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, പണ്ട് ഏഷ്യാനെറ്റിൽ വന്ന ഒരു ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്ന ഒരു ചർച്ചയാണ്. അതിലൊരു പയ്യൻ വന്ന് സിനിമാ രംഗത്തെക്കുറിച്ച് എന്തോ ഒരു കമൻറ്റ് പറയുന്നു, സിനിമാ രംഗത്തെ സ്ത്രീകളെക്കുറിച്ച്. ഉടനെ ശ്രീകണ്ഠൻ നായർ അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ സിനിമാ രംഗത്തു നിന്നുള്ള ഒരു സ്ത്രീയെ നിങ്ങളുടെ ഭാര്യയെ സിനിമയിൽ അഭിനയിക്കാൻ വിടുമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നത്, അഭിനയിക്കാനാണെങ്കിൽ ഞാൻ വിടാം എന്ന്. ഉടനെ ശ്രീകണ്ഠൻ നായർ, അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അഭിനയിക്കാൻ അതല്ലാതെ മറ്റെന്തോ അവിടെ നടക്കുന്നു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ അവിടെ മറ്റു പലതും നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിനയമല്ലാതെ മറ്റു പലതും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം തന്നെയാണ്. അതിൽ കൂടെ മറ്റു പലതും നടക്കുന്നുണ്ട്, അതും പുറത്ത് വരാനുണ്ടപ്പോഴും. ഇപ്പോൾ കഥകൾ വരുമ്പോൾ സ്ത്രീ പീഡനത്തിന് പുറമെ മറ്റു പല തരത്തിലുള്ള പീഡനങ്ങളുടെയും കഥ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ കാര്യമായി അതിൽ കാണേണ്ടത് സ്ത്രീ പീഡനത്തെ തന്നെയാണ്. സിനിമാ രംഗത്ത് നിലവിൽ നിൽക്കുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ സിനിമാ രംഗത്തെ സ്ത്രീകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, എന്ത് പീഡനങ്ങളങ്ങ് സഹിച്ച് സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്നവർ. പിന്നെ രണ്ടാമത്തെ കൂട്ടം പറഞ്ഞാൽ പീഡനങ്ങളോട് ചെറുത്ത് അഭിനയ രംഗത്ത് നിൽക്കുന്നവർ. മൂന്നാമത്തേവരാണ് ദയനീയം. പീഡനങ്ങൾ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ പോകുന്ന നല്ല കഴിവുള്ള കലാകാരികൾ. ഇങ്ങനെ മൂന്ന് വിഭാഗം സ്ത്രീകളെ നമ്മൾക്ക് കാണാം. ഈ മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ കാര്യമാണ് ഭയങ്കര കഷ്ടം. അവർക്കുള്ള അവസരങ്ങളാണ് ഇന്ന് സിനിമാ രംഗത്തെ പീഡകർ, അല്ലെങ്കിൽ നമ്മളെ ഈ കൗച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അവസരങ്ങൾ അവരുടേതാണ് നിഷേധിക്കപ്പെടുന്നത്. അവരാണ് ശരിക്കും ഇതിൻ്റെ ബലിയാടുകളാകുന്നത്. അപ്പം ഇത്തരം ഒരു അവസരം ഒരിക്കലും ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്.
അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകണം. ഇനി ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം തന്നെയാണെങ്കിലും വളരെയേറെ പെൺകുട്ടികൾ അവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ മുന്നോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം വളരെ ഭയങ്കരവും ഭീകരവുമാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. അഭ്യസ്ത വിദ്യർ ഏറെയുള്ള നമ്പർ 1 കേരളത്തിൽ എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. എന്തുകൊണ്ട് കേരളത്തിലെ പുരുഷന്മാർ ഇത്രത്തോളം സ്ത്രീവിരുദ്ധരാകുന്നു എന്നുള്ളത് നാം ഇനിയും കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷേ നമ്മളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ തന്നെയായിരിക്കാം മലയാളികളെ ഇങ്ങനെ സ്ത്രീവിരുദ്ധരാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാൾ മുമ്പാണ് നമ്മുടെ ഒരു മന്ത്രി തന്നെ ഒരിക്കൽ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. രാത്രി 10 മണി കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ഏത് സ്ത്രീകളാണ് വീട് വിട്ട് പുറത്തു പോവുക എന്നുള്ളത്. ഒരു ആവറേജ് മലയാളിയുടെ സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. ഇതാണ് ഓരോ മലയാളിക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇത് പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ മതമേലധ്യക്ഷന്മാർക്കും എല്ലാം സ്ത്രീകളെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം ഇതാണ്. ഇവരെല്ലാം സ്ത്രീ പക്ഷക്കാരാണെന്ന് പറയുമെങ്കിലും പ്രവൃത്തിയിൽ പലപ്പോഴും ഇവർ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലുണ്ടായ അഭിനേത്രിക്കുണ്ടായ റേപ്പ് കേസ്. ആ കേസിൽ നമ്മുടെ സർക്കാർ പോലും പലയിടത്തും ഞങ്ങൾ നടിയോടൊപ്പമാണ്, ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്ന് പരസ്യമായി പറയുകയും വേദികളിൽ അവരെ കൊണ്ടുവരികയും ചെയ്തപ്പോഴും പ്രവൃത്തിയിൽ നമ്മൾ കണ്ടത് പലപ്പോഴും ഇവർ വേട്ടക്കാരന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. ഇതിൽ സംശയം തോന്നിയിട്ടാവാം ഒരിക്കൽ നടി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുന്ന ഒരവസ്ഥയുണ്ടായി. രണ്ടാമതായിട്ട് മറ്റും ഇതേ പാർട്ടിയിൽ നിന്ന് തന്നെ ഇടതുപക്ഷ പാർട്ടിയുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പീഡന കേസ് വരുമ്പോൾ അന്ന് വനിതാ കമ്മീഷനിൽ അംഗമായ ആ സ്ത്രീ അതിനെക്കുറിച്ച് പറഞ്ഞത് പീഡനത്തിൻ്റെ തീവ്രത കുറവായതും കൊണ്ടാണ് അത് കാര്യമായി പരിഗണിക്കാഞ്ഞത് എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ പീഡന കേസ് വരുമ്പോൾ ഇടതുപക്ഷം പോലും ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ വന്ന ശേഷം ഇടതുപക്ഷത്തുള്ള ചിലർ ഇതിൽ ഈ പീഡന കേസിൽ പെട്ടിട്ടുണ്ടല്ലോ, അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഇടതുപക്ഷം പറയുന്നത് മുൻപ് കോൺഗ്രസ്സിൽ ഇതേപോലെ കേസിൽപ്പെട്ടവർ വന്നപ്പോൾ കോൺഗ്രസ് ആരെയും പുറത്താക്കുകയോ ശിക്ഷണ നടപടി എടുക്കുകയോ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ പൊതുവായിട്ട് പൊതുജനം കാണേണ്ട ഒരു കാര്യം, സ്ത്രീകളോടുള്ള ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. കോൺഗ്രസ് പാർട്ടിയിൽ മുൻപ് തന്നെ പല പ്രാവശ്യം സ്ത്രീകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞ് പാർട്ടിയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളോടുള്ള മൊത്തം കാഴ്ചപ്പാട് കേരളത്തിൽ വളരെ വികലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷ പാർട്ടി പറയുകയാണ് വലതുപക്ഷക്കാർ ആക്ഷൻ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നിലപാടിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു തുറന്ന സമ്മതമാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ ഒന്നും സ്ത്രീ എന്താണെന്നോ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ ഒരറിവുമില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും. അവർക്ക് ഒരു സ്ത്രീ അനുഭവിക്ക് എപ്പോഴാണ് പീഡനം നേരിടുന്നത്, പീഡനം നേരിട്ട ശേഷം അവൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ ട്രോമ എത്ര കാലം അവളെ പിന്തുടരും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാത്തവരാണ് ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും തന്നെ. അതുകൊണ്ടാണ് ഇവർക്ക് പീഡിതയായ സ്ത്രീക്കെതിരെ പോലും സൈബർ അറ്റാക്ക് നടത്തുവാനും നെഗറ്റീവ് കമൻറ്റുകൾ പറയാനും യാതൊരു ഉളുപ്പുമില്ലാത്തത്. നമ്മൾ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ ഒരവസ്ഥ നോക്കൂ. സ്ത്രീയുടെ അവസ്ഥ, സന്ധ്യ കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അവർക്കൊറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അവർക്കൊറ്റയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റില്ല, വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയുടെ പറയേണ്ടതല്ലോ. ഈ അവസ്ഥ മാറണം. ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ നിന്നുണ്ടാകണം. അതിന് സ്ത്രീപക്ഷക്കാരായ പുരുഷന്മാരുടെ
സപ്പോർട്ട് ഉണ്ടാകണം. ഇവിടെ ബോധമുള്ള ഒരു പുത്തൻ തലമുറയുണ്ടാകണം. ബോധമുള്ള പുത്തൻ തലമുറയുടെ പുരുഷന്മാർ സമരം ചെയ്യുന്ന സ്ത്രീകളോട് തോളോട് തോള് ചേർന്ന് നിൽക്കണം. ആ സമരങ്ങളിൽ അവർക്ക് സഹായങ്ങൾ നൽകണം. എങ്കിൽ മാത്രമേ നമുക്ക് സംസ്കാരമുള്ള ജനത എന്ന് അവകാശപ്പെടാൻ കഴിയൂ. വ്യക്തികളുടെ ചിന്തകൾ മാറുമ്പോഴേ സമൂഹത്തിൻ്റെ ചിന്തകൾ മാറൂ. നമ്മളുടെ സ്ത്രീയോടുള്ള മനോഭാവം ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. ആ മാറ്റം വീടിൻ്റെ 4 ചുവരുകളിൽ നിന്ന് തുടങ്ങണം എന്നേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.